നമ്മൾ ഇന്നൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ സിനിമയുടെ റിവ്യൂസ് ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. കാരണം അതിന് മാത്രം നല്ലൊരു റിവ്യൂ ഇടാനായിട്ടൊരു മൂവി ഈ അടുത്തൊന്നും കണ്ടതായിട്ട് ഓർമ്മയില്ല. ചില പടങ്ങൾ നമ്മൾ ഓവർ ഹൈപ്പിൽ വെച്ചിട്ട് കാണാൻ പോകും, അല്ലെങ്കിൽ വല്ല സ്റ്റാർഡമോ അല്ലെങ്കിൽ വല്ല വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നല്ലാതെ ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനർ ഇല്ല, ഈ അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പോലെ. ഈവൻ ക്രിസ്മസ് ആണെങ്കിൽ ഒരു മൂവി ഫാമിലിയുടെ കൂടെ പോയി കാണണമെങ്കിൽ ഏത് പോയി കാണും, അതിന് മാത്രമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ നിവിൻ പോളിയും അജു വർഗീസൊക്കെ ഉള്ളൊരു സിനിമ ഉണ്ട്, സർവമായ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് പോയി കാണാം, ടിക്കറ്റ് അതിന് ബുക്ക് ചെയ്യല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ബുക്ക് ചെയ്തോളം പറഞ്ഞു. അങ്ങനെ നമ്മളത് പോയി കണ്ടു, ഫാമിലി ആയിട്ട് പോയി കണ്ടത്. ഹൊറർ ഫാൻറ്റസി മൂവി ജനറാണ് അതിൻ്റെ, പക്ഷെ നമുക്ക് ഫാമിലിയായി പോയി കണ്ടാലും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു റിവ്യൂ ഇവിടെ ഇടുന്നത്. എന്തൊക്കെയാണെങ്കിലും നിവിൻ പോളിയും അജു വർഗീസും അതുപോലെ അഖിൽ സത്യൻ്റെ ഡയറക്ഷനും സ്റ്റോറിയും എല്ലാം നന്നായിട്ടുണ്ട്. അപ്പോൾ അഖിൽ സത്യൻ്റെ ഇത് ഫസ്റ്റ് മൂവി അല്ല, പാച്ചും അത്ഭുതവിളക്കും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്താണെങ്കിലും കുറച്ച് ലാഗും കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അൾട്ടിമേറ്റ്ലി ആ മൂവിയോട് നമുക്കൊരു ഇഷ്ടം തോന്നിയിരുന്നു. അപ്പോൾ ഇത് വേറൊരു ജനറാണ് കംപ്ലീറ്റ്ലി, പക്ഷേ എങ്കിൽ പോലും ആ ഒരു ഇഷ്ടം നമുക്ക് പണ്ട് സത്യനന്ദിക്കാട് മൂവിയോട് ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടത്തിൻ്റെ അത് നമുക്ക് ആ ഒരു ഫീൽ ഇടയ്ക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാസ്റ്റൊക്കെ ആണെങ്കിലും നല്ലതാണ്. പറഞ്ഞ പോലെ നിവിൻ പോളിയുടെ ശരിക്കും ഒരു കംബാക്ക് തന്നെയാണ്. നമ്മൾ അതിന് മുമ്പായിട്ട് ഫാർമ എന്ന് പറഞ്ഞൊരു സീരീസ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരു ഫിഗറൊന്നും അല്ല ഇതിനകത്ത്. ശരിക്കും ഇതിനകത്തൊരു പ്രേമം സിനിമയിലെ ആ സമയത്തൊക്കെ ഉള്ള ഒരു നിവിൻ പോളിയുടെ ആ ഒരു സ്റ്റൈലിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഫിസിക്കലി ആണെങ്കിൽ പോലും പുള്ളി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതായിട്ട് നമുക്ക് തോന്നി ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫിഗറിലെത്താനായിട്ട്. അതുപോലെ അജു വർഗീസിൻ്റെ ആയാലും ജനാർദ്ദൻ, പിന്നെ അതിനകത്ത് അവരുടെ വെച്ച് കുറച്ച് പേരുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട കാര്യം ആക്ട്രസസിൻ്റെ കാര്യമാണ്. ഞാൻ അധികം കണ്ടിട്ടില്ല ഈ ആക്ട്രസസിനെയൊക്കെ. പിന്നീടാണ് മനസ്സിലായത് റിയ ഷിബു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ട്രസ്, പിന്നെ പ്രീതി എന്ന് പറഞ്ഞിട്ടൊരു ആക്ട്രസ്, അങ്ങനെ ഇനി പേര് പോലെ എനിക്കറിയില്ലായിരുന്നു മൂവി കാണുമ്പോൾ. പക്ഷേ വളരെ നന്നായിട്ട് തന്നെ മെയിനായിട്ട് ആക്ട്രസൊക്കെ ശരിക്കും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് എല്ലാ എലിമെൻസും ഒരുവിധം വരുന്നുണ്ട്. കാരണം നമുക്ക് കോമഡി ആയാലും ചിരിക്കാനാണെങ്കിലും അതുപോലെ എന്താ പറയുക ഒരു ഇമോഷണൽ കണക്റ്റ് ഉള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി എലിമെൻറ്റ്സ് ആയാലും എല്ലാം വളരെ കറക്റ്റായിട്ട് ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു ബ്യൂട്ടി. അത് മാത്രമല്ല ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി DOP ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. കാരണം ആ ഒരു ലൊക്കേഷൻ കാണിക്കുമ്പോൾ ആ ഒരു ഭംഗിയൊക്കെ ശരിക്കും ഒരു നാടിൻ്റെ തനിമയൊക്കെ എടുത്ത് കാണിക്കുന്ന രീതിയിൽ ആ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ പറ്റി ഞാൻ പറയുന്നില്ല, അത് സ്പോയിലറായി പോകും. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി തീരെ ഞാൻ മെൻഷൻ ചെയ്യണില്ല. പക്ഷേ അതിനൊത്ത രീതിയിൽ തന്നെയാണ് അതിൻ്റെ മേക്കിങ്ങും എഡിറ്റിങ്ങും എല്ലാം വന്നിട്ടുള്ളത്. നമുക്ക് ചിലപ്പോൾ തോന്നും കുറച്ച് ക്രിഞ്ചുണ്ടല്ലോ, കുറച്ച് ലാഗ് ഉണ്ടല്ലോ, ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷേ എങ്കിൽ പോലും ആ ഉള്ളത് വളരെ നല്ല രീതിയിൽ ഫാമിലിക്ക് ശരിക്കും എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഈ ഒരു വെക്കേഷനിൽ ഫാമിലിയായിട്ട് ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്നൊരു പടമാണ്. ഇതിനകത്തൂടെ നിവിൻ പോളി വന്നിട്ടുള്ളൊരു കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളിയാണ്. അപ്പോൾ ഈ ക്രിസ്മസ് ദിവസത്തിൽ ഫസ്റ്റ് ഡേ തന്നെ പോയി ഈ ഒരു മൂവി കാണാൻ പറ്റി എന്നുള്ളതിലും ആ ഒരു മൂവി കണ്ട് നമുക്ക് ആ ഒരു ഫീൽ ഗുഡ് ഒരു വന്നു എന്നുള്ളതും ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ ഒരു ചോദ്യമുള്ളത്, നമ്മൾ ഈ ഹൊറർ ഫാൻറ്റസി ഒരു ജോണർ ആയതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ഈ മൂവിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, നല്ലതാണോ എന്നൊക്കെ ഇങ്ങനെ നമുക്ക് തോന്നാം. പക്ഷേ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈവൻ ആ ഒരു ഹൊറർ എലമെൻസ് ഒക്കെ കുറച്ച് വരുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്ത് ഒഴികെ എന്താ പറയുക കുട്ടികൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ മോനായാലും മോളായാലും വന്ന എല്ലാവരും ഫാമിലി മെമ്പേഴ്സിലും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. എലമെൻസ് ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരുപാട് ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വയലൻസും ബ്ലഡ് ഷെഡും അങ്ങനെയുള്ള ഒരു ഹൊറർ എലമെൻറ്റ്സ് അല്ല ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ അത് ഒരുപാട് ഹാം ചെയ്യും, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ഏതെങ്കിലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായാലും അല്ലെങ്കിൽ ഏതൊരു ഏജ് ഗ്രൂപ്പിലും എൻജോയ് ആവുന്ന രീതിയിലുള്ള ഹൊറർ എലമെൻറ്റ്സ് ആണ് ഇതിനകത്ത് പെടുത്തിയിട്ടുള്ളത്. അത് ആ ഒരു ഡയറക്ഷനും സ്റ്റോറിയുടെയും പ്രത്യേകതയും കൂടെ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നമുക്ക് സോങ്സ് ഏതോ 1-2 നമുക്ക് അത്ര ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല പടത്തിനെന്നുള്ളത് നമുക്ക് തോന്നും. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിനകത്ത് പറയേണ്ട കുഞ്ഞു റോൾസിൽ വന്നിട്ടുള്ള ആൾക്കാർ പോലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ അൽത്താഫൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ 1-2 റോൾസിൽ, അതുപോലെ ജനാർദ്ദൻ അത്യാവശ്യം നല്ല റോൾ തന്നെയാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ എല്ലാവരും അവരവരുടെ ഭാഗം വളരെ ക്ലീൻ ആയിട്ടും വളരെ ക്യൂട്ടായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം നിവിൻ പോളിയുടെ ആ ചാമൊക്കെ ശരിക്കും നമുക്ക് ആ ഒരു പണ്ടത്തെ നിവിൻ പോളി ഫാൻ എന്നുള്ളൊരു ലെവലിലേക്ക് വരെ നമ്മളെ കൊണ്ടെത്തിക്കാവുന്ന രീതിയിൽ നമുക്ക് ശരിക്കും ആ ഒരു കംബാക്ക് അതാണ് ശരിക്കും എടുത്ത് പറയേണ്ടത്. ഈ ക്രിസ്മസ് സമയത്ത് ശരിക്കും നിവിൻ പോളി വീണ്ടും കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്തു ഈ മൂവിയിലൂടെ എന്ന് വേണം കരുതാനായിട്ട്. ആക്ഷൻ ത്രില്ലറും അങ്ങനെ ഒക്കെ അത് ജനറൽ എക്സ്പെക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് അത്രയും ഭയങ്കര അടിപൊളിയെന്നൊന്നും അവർ പറയില്ല. അവരെന്തായാലും ഒരു ആവറേജ് എന്നേ പറയുള്ളൂ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അബവ് ആവറേജ് ആയിട്ടാണ് ഫാമിലീസിനും മറ്റ് പ്രേക്ഷകർക്കും എന്തായാലും ഫീൽ ചെയ്യുള്ളൂ. കാരണം അതിനുള്ളതുണ്ട് ആ പടം. എന്തൊക്കെയാണെങ്കിലും പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്നുള്ളൊരു സംഭവം ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്റ്റോറിക്ക് ഈ ഒരു പ്ലോട്ടിന് ഇങ്ങനൊരു എൻഡിങ് തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്ലൈമാക്സും ഈവൻ ഞാൻ പറഞ്ഞില്ല അവസാനമൊക്കെ എത്താറാകുമ്പോൾ നമുക്കത് ഏകദേശം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. എങ്കിൽ പോലും അത് നല്ലൊരു ക്ലൈമാക്സാണ് എന്നാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് എന്തായാലും നമുക്കിതിനകത്തൊരു 8/10 എന്നുള്ളൊരു റേറ്റിംഗ് നമുക്കിതിനകത്ത് കൊടുക്കാൻ പറ്റും ഈ ഒരു മൂവിക്ക്, സർവ്വമായ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിക്ക്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ ഒരു മൂവി തിയേറ്ററിൽ പോയി കാണുക.